ഒരു ദിവസം തന്നെ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ ദർശനത്തിന് എത്തുന്ന ഒരു പുണ്യക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം എന്നത്. പക്ഷേ വലിയ രീതിയിൽ അവിടെ സുരക്ഷാ പ്രശ്നങ്ങൾ ഒളിച്ചിരിപ്പുണ്ട്. ഭക്തജന തിരക്കേറിയ ഗുരുവായൂരിൽ ഒളിച്ചു താമസിക്കുന്ന ക്രിമിനലുകളുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിക്കുകയാണ്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം, അതായത് പത്മനാഭസ്വാമി ക്ഷേത്രം, ഗുരുവായൂർ ക്ഷേത്രം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ ആ ക്ഷേത്രത്തിന്റെ ചുറ്റുഭാഗം മുഴുവനും വലിയ രീതിയിലുള്ള ഒരു നവീകരണം നടത്തിയത്. എന്നാൽ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ തെക്കേ നട, പടിഞ്ഞാറേ നട, വടക്കേ നട ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലെ ഈ നടപ്പാതകളെല്ലാം തന്നെ ക്രിമിനലുകൾ കയ്യേറിയാണ് ഇപ്പോൾ വച്ചിരിക്കുന്നത്. അവിടെ തന്നെയാണ് അവരുടെ കുളിയും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഈ കൈവരിയിലെല്ലാം തന്നെ അവരുടെ വസ്ത്രങ്ങളെല്ലാം തന്നെ നനച്ചു വിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. കൂടാതെ ആ ഭാഗത്തേക്ക് നടക്കുന്ന ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാകുന്നു. കൂടാതെ അവിടെയുള്ളവർ വലിയ രീതിയിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയാണ്. അത് ആണായിരുന്നാലും പെണ്ണായിരുന്നാലും അവർ അവിടെ വലിയ രീതിയിൽ ലഹരി ഉപയോഗം അവിടെ നടത്തുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഗുരുവായൂർ പോലീസ് കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും അവിടെ അറസ്റ്റ് ചെയ്താലോ ഗുരുവായൂർ പോലീസ് എഴുതി വിടുന്നത് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാനസികമായ ഒരു അസ്വസ്ഥത ഉണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും FIR ക്ലോസ് ചെയ്യുന്നത്. 3 മാസത്തിനുള്ളിൽ ഗുരുവായൂരിൽ 2 പേരാണ് ഇത്തരം ക്രിമിനലുകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ക്രിമിനൽ സ്വഭാവം പ്രകടിപ്പിക്കുന്നവരിൽ സ്ത്രീകളുടെ എണ്ണവും കുറവല്ല. ബസ് സ്റ്റാൻഡിലും പൊതുസ്ഥലങ്ങളിലും അടിപിടിയും തെറിവിളിയും പതിവായി തന്നെ അവിടെ നടക്കുകയാണ്. ക്ഷേത്രത്തിൽ ഭജനമിരിക്കാൻ വന്ന് ക്ഷേത്ര പരിസരത്ത് കഴിഞ്ഞിരുന്ന സന്താനവല്ലി എന്നൊരു യുവതിയെ കഴിഞ്ഞ 9-ന് കിണറ്റിൽ കല്ലുകെട്ടി താഴ്ത്തി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സുരേഷ് എന്ന വ്യക്തിയെ പെരുമ്പാവൂരിൽ അടിപിടി ഉണ്ടാക്കി ഇവിടെ എത്തി ഒളിച്ചു താമസിക്കുകയായിരുന്നു. അതായത് കേരളത്തിലടക്കം വലിയ രീതിയിൽ ഏതെങ്കിലും കൊലപാതകം ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ വലിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തിയെല്ലാം തന്നെ അവർക്ക് ഒളിവിൽ കഴിയാൻ അല്ലെങ്കിൽ താമസിക്കാനുള്ള ഒരു ഇടമായി ഗുരുവായൂർ ക്ഷേത്രം മാറുന്നു. കാരണം അവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെളുപ്പാങ്കാലത്ത് രാവിലെ 5:30 മുതൽ രാത്രി 7:30 വരെ സൗജന്യമായി തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വക അന്നദാന മണ്ഡപത്തിൽ ഭക്ഷണമുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ക്രിമിനലുകൾക്ക് അവിടെ വന്ന് താമസിക്കാം, ഭക്ഷണം അവിടെ നിന്ന് ക്ഷേത്രവക കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഇവർക്ക് സുഖമായി തന്നെ അവരവിടെ താമസിക്കുന്നു. മറ്റുള്ളവരെ ആക്രമിച്ച് പണമെങ്കിൽ പണം തട്ടുന്നു. അങ്ങനെയുള്ള രീതിയിലേക്ക് ഇവർ അവിടെ ചെയ്യുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ ഗുരുവായൂർ മാനേജറോ ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളതാണ് വലിയ രീതിയിൽ ഒരു ആശ്ചര്യം ഉണ്ടാക്കുന്നത്. ശ്രീകൃഷ്ണ സ്കൂളിന് എതിർവശത്ത് പാതയോരത്ത് കിടന്നുറങ്ങിയ കട്ടപ്പന സ്വദേശി ധനേഷ് കുമാറിനെ കഴിഞ്ഞ ഏപ്രിൽ 27-ന് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ മുമ്പ് കൊലക്കേസുകളിൽ ഉൾപ്പെട്ട കുന്നംകുളം പന്തല്ലൂർ സ്വദേശി ഷൺമുഖൻ ക്ഷേത്ര പരിസരത്താണ് താമസിച്ചിരുന്നത്. ക്രിമിനലുകൾ തെരുവിലെ നിയമം തീരുമാനിക്കുന്ന സ്ഥിതിയാണ് രാജ്യത്താകെ നിന്ന് തീർത്ഥാടകരെത്തുന്ന നഗരത്തിലുള്ളത്. കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമുക്കറിയാം, കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകർ മാത്രമല്ല മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ വരെ എത്തുമ്പോൾ ഈ തെരുവിൽ പാതയോരങ്ങളിൽ കിടക്കുന്ന ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ക്രിമിനൽ സ്വഭാവമുള്ള ഈ ആണുങ്ങളും പെണ്ണുങ്ങളും വലിയ രീതിയിൽ ഈ സ്ത്രീകളെയും അതായത് ഭക്തജനങ്ങളായിട്ടുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ ആക്രമിക്കുന്നത് അവർക്ക് വലിയ രീതിയിലുള്ള ഭീതിയും അവർക്ക് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകളും സുരക്ഷാ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബലഹീനരെ തെരഞ്ഞു പിടിച്ചിട്ടാണ് ഇവർ ആക്രമിക്കുന്നത്. മദ്യപിച്ച് ബഹളവും അടിപിടിയും ഉണ്ടാക്കുന്നുണ്ട്. സ്ത്രീകളെ ഉപദ്രവിക്കുന്നുണ്ട്. ഇവരെ തിരിച്ചറിയാതെയോ തടയാതെയോ പോലീസും നഗരസഭയും ദേവസ്വവും കാഴ്ചക്കാരായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്ഷേത്ര പരിസരത്ത് കഴിയുന്നവരുടെ വിശദാംശങ്ങൾ അടങ്ങുന്ന രജിസ്റ്റർ ആണ് ആദ്യം തയ്യാറാക്കേണ്ടത്. സൗജന്യ ഭക്ഷണം അർഹരായവർക്ക് മാത്രം നൽകുക. വഴിയോര കച്ചവടക്കാർക്കും ഹോട്ടലുകളിലും കടകളിലും ജോലി ചെയ്യുന്നവർക്കും പോലീസ് ക്ലിയറൻസ് നിർബന്ധമാക്കുക തുടങ്ങിയ താത്കാലിക പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കാൻ പോലും നടപടിയില്ല. ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ രാവിലെ മുതൽ രാത്രി വരെ പോലീസിന്റെ സുരക്ഷ ഉണ്ട് എങ്കിലും അത് വെറും ഒരു പേരിന് മാത്രം അല്ലെങ്കിൽ ഒരു നോക്കുകുത്തി എന്ന രീതിയിലേക്ക് മാത്രമാണ് കേരള പോലീസിലെ കുറച്ച് കോൺസ്റ്റബിൾസിനെയും അതോടൊപ്പം തന്നെ റാപ്പിഡ് റെസ്പോൺസ് ടീമിലെ ഉദ്യോഗസ്ഥരും അവിടെ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് സുരക്ഷയ്ക്കായി വിനിയോഗിക്കുന്നത്. അതല്ലാതെ അവിടെ എന്ത് നടന്നാലും ഇപ്പോൾ ഹിന്ദുക്കൾക്ക് എതിരെ ഒരു അടിയുണ്ടാക്കുന്ന തരത്തിൽ ഒരു വർഗീയമായ എന്തെങ്കിലും ഒരു പ്രവർത്തനം അവിടെ നടന്നാൽ പോലും ആ പ്രതിയെ പിടിക്കുന്നു. പ്രതിക്ക് മാനസികമായ ചില അസ്വസ്ഥതകൾ ഉണ്ടെന്ന് പറഞ്ഞ് FIR ഇട്ട് ക്ലോസ് ചെയ്തു. ബാക്കി അവിടെ ആകാശത്ത് നോക്കിയിരിക്കുന്ന കുറെ പോലീസുകാരാണ് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് സുരക്ഷ ഒരുക്കുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം നമുക്കറിയാം
കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പാണ് അവിടെ ഭക്തജനങ്ങൾ ഏറ്റവും കൂടുതൽ പവിത്രമായി കാണുന്ന തുളസി തറയിൽ ഒരു മുസ്ലിം യുവാവ് വൃത്തികേട് കാണിച്ചു. അപ്പോൾ അത് വലിയ രീതിയിലൊരു മതസ്പർദ്ധ അവിടെ ഉണ്ടാക്കാനായിട്ട് കരുതിക്കുട്ടി കാണിച്ച പ്രവൃത്തിയാണ്. എന്നാൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ അയാൾക്ക് മാനസികമായ ചില ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ടാണ് കാണിച്ചതെന്ന് പറഞ്ഞ് അയാളെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവസാനം കോടതി ചെന്നപ്പോഴാണ് കോടതി പോലീസുകാരെ എല്ലാം കൂടെ നടുവ് ചവിട്ടി ഓടിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് എങ്ങനെ ഹോട്ടലിൽ ലൈസൻസ് ലഭിച്ചു, എങ്ങനെ ഇയാൾക്ക് ടൂ വീലർ ഓടിക്കാനുള്ള ലൈസൻസ് ലഭിച്ചു എന്നടക്കമുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഉത്തരം പറയാൻ ഗുരുവായൂർ പോലീസിന്റെ ഒരു വാചകം പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ ദിവസം വയോധിക മരിച്ച സംഭവത്തിൽ പ്രതിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് നടപടിക്കെതിരെ വ്യാപകമായ ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. പോലീസ് മാധ്യമപ്രവർത്തകരുടെ ഗ്രൂപ്പിൽ പങ്കുവച്ച വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട വയോധികയെ അപമാനിക്കുന്ന വിധത്തിലായിരുന്നു കമന്റുകൾ. വയോധികയുടെ മൃതദേഹം കിണറ്റിൽ നിന്നും കരയ്ക്ക് കയറ്റുന്ന രംഗം പോലീസ് പങ്കുവച്ചപ്പോൾ മൃതദേഹത്തോട് കാണിക്കേണ്ട ഒരു സാമാന്യ മര്യാദ അതവിടെ പോലീസ് കാണിച്ചില്ല. അത് പൂർണ്ണമായി ലംഘിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഉണ്ടായി. ടെമ്പിൾ പോലീസിന്റെ നടപടി ധാർമ്മികതയ്ക്കും നിയമത്തിനും എതിരായെന്ന വിമർശനമാണ് ഇപ്പോൾ വരുന്നത്. അമൃത് പദ്ധതിയിൽ നിർമ്മിച്ച നടപ്പാതകൾ ഉൾപ്പെടെ സാമൂഹ്യ വിരുദ്ധർ കയ്യേറുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കൂടാതെ അന്യസംസ്ഥാന തൊഴിലാളികൾ വ്യാപകമായി തന്നെ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് കച്ചവടം നടത്തുന്നു. ഇത് വലിയ രീതിയിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കാരണം അവിടെ കുറച്ച് മാസത്തിന് മുമ്പാണ് ഒരു ജമ്മു കാശ്മീരിലെ ഒരു യുവാവ് അവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് സന്ദർശനത്തിനായി എത്തിയത്. കൂടാതെ കുറച്ച് ദിവസത്തിന് മുമ്പാണ് ഈ ഇസ്ലാമിൻ്റെയൊക്കെ ചില മതചിഹ്നങ്ങൾ ധരിച്ചുകൊണ്ട് ഒരു യുവാവ് ക്ഷേത്ര ദർശനത്തിന് വന്നതും അവിടെ ഒരു പുണ്യകലശം അല്ലെങ്കിൽ ശുദ്ധികലശമൊക്കെ അവിടെ നടത്തിയത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അവിടെ ടെമ്പിൾ പോലീസിന്റെ ഡ്യൂട്ടി എന്താണ്? അവിടെ SIO CO ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരാരുമില്ലേ? അവർ വെറുതെ വന്നിരുന്ന് ശമ്പളം വാങ്ങിക്കാൻ വേണ്ടി രാവിലെ വന്നിരുന്ന് പഞ്ച് ചെയ്തിട്ട് ചുമ്മാ വെറുതെ അവിടെ AC യിൽ കയറി ഇരിക്കുന്നതാണോ? ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി വലിയ രീതിയിൽ സുരക്ഷാ സന്നാഹത്തോടു കൂടി നോക്കേണ്ട അല്ലെങ്കിൽ വലിയ രീതിയിൽ സുരക്ഷ ഒരുക്കേണ്ട ഒരു ക്ഷേത്രത്തിന്റെ ചുറ്റുപാടും എവിടെ നിന്നൊക്കെയോ വരുന്ന ക്രിമിനലുകൾ തിങ്ങി പാർക്കുന്ന ഒരിടം. എല്ലാ മാസവും അവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുന്ന ഭക്തജനങ്ങൾ അല്ലെങ്കിൽ അവിടെ ക്ഷേത്രത്തിൽ ഗുരുവായൂർ ദർശനത്തിന് വരുന്ന ഭക്തജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പരാതികൾ പറയുമ്പോൾ പോലും അത് കേൾക്കാനോ അതിന് പരിഹരിക്കാനോ പോലും അവിടുത്തെ ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ പോലീസിനോ താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ താല്പര്യമുള്ള ഏതെങ്കിലും നല്ല രീതിയിൽ സുരക്ഷ ഒരുക്കാൻ കഴിവുള്ള ഏതെങ്കിലും പോലീസുകാരെ കൊണ്ട് അവിടെ നിയമിക്കുന്നത് അല്ലെങ്കിൽ നിയോഗിക്കുന്നത് നല്ലതായിരിക്കും. എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ മാത്രം ക്രൈംബ്രാഞ്ച് അന്വേഷണം, SIT, ജുഡീഷ്യൽ അന്വേഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സ്ഥിരം ഈ രാഷ്ട്രീയ നാടകങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം ഒരു ദിവസം തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ വരുമാനം കിട്ടുന്ന ഒരു ക്ഷേത്രമാണ്. അത് അറിഞ്ഞുകൊണ്ട് വേണം ആഭ്യന്തര വകുപ്പും സംസ്ഥാന ഇന്റലിജൻസും അതോടൊപ്പം തന്നെ സർക്കാരും പ്രവർത്തിക്കേണ്ടത്.